ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് റിവീലിംഗ് ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Hello Forever family, welcome everyone. Hello P03 family, welcome. 2024 അവസാനിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു മാസം കൂടി കഷ്ടി നമുക്കുള്ളൂ. 2024 തീർന്ന് 2025 പുതിയൊരു വർഷത്തിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. ഈ ഒരു 2024 ഫോറെവറിൽ നമുക്ക് വളരെയധികം ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായ ഒരു വർഷം തന്നെയാണ്. ഈ എസ്പെഷ്യലി ആദ്യമേ തന്നെ എനിക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു വർഷം, ഈ ഒരു 12 മാസത്തിൽ 2CC ക്വാളിഫൈ ചെയ്തു വന്ന എല്ലാ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസേഴ്സിനും വെരി ബിഗ് കൺഗ്രാജുലേഷൻ. ഇനി അത് മാത്രമല്ല, അസിസ്റ്റൻറ്റ് സൂപ്പർവൈസേഴ്സായിട്ട് വന്ന് പിന്നെ അവിടെ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് സൂപ്പർവൈസേഴ്സായ എല്ലാ സൂപ്പർവൈസേഴ്സിനും ഫോറെവറിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ P03 പേരിലും വെരി ബിഗ് കൺഗ്രാജുലേഷൻ. കാരണം ഈ ഒരു വർഷം നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്തു 2CC ക്വാളിഫൈ ചെയ്ത് വെറും അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറായിട്ട് മാത്രമല്ല നിങ്ങൾ നിന്ന് അവിടെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ശരിക്കും മറ്റുള്ളവരെയും ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ സൂപ്പർവൈസറിലോട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് മാനേജറായ ആൾക്കാർ, അതുപോലെ തന്നെ മാനേജേഴ്സായ ആൾക്കാർക്ക് വെരി ബിഗ് കൺഗ്രാജുലേഷൻ. കാരണം നിങ്ങളുടെ ശരിക്കുമുള്ള ഫോക്കസ് ഉണ്ടായിരുന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ടീം മാനേജ്മെൻറ്റ് ഒരു വലിയ ലീഡറായിരുന്നു നിങ്ങൾ, അതുകൊണ്ട് ഒരു നല്ലൊരു മെൻറ്ററായിരുന്നു നിങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങൾ നല്ലൊരു മാനേജർ ആവാൻ സാധിച്ചത്. അപ്പോൾ കീപ് ദി സ്പിരിറ്റ് ആൻഡ് നിങ്ങൾ വീണ്ടും നെക്സ്റ്റ് ലെവലിലോട്ട് ഉയരാൻ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ മാനേജേഴ്സ് കഴിഞ്ഞിട്ടുള്ള സീനിയർ മാനേജേഴ്സായ ആൾക്കാർ, ഈഗിൾ മാനേജേഴ്സായ ആൾക്കാർ, അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ഇൻസെൻറ്റീവ്സും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നൊരു വർഷമായിരുന്നു 2024. നമുക്ക് ഒരുപാട് ട്രിപ്സ് ഉണ്ടായിരുന്നു. ഈഗിൾസ്, നമ്മുടെ ടീമിൽ ഒരുപാട് ഈഗിൾ മാനേജേഴ്സ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ഈഗിൾ ട്രിപ്പിലോട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, സ്വാഭാവികം ആ ഡെസ്റ്റിനേഷൻ പോകാൻ പറ്റിയില്ലെങ്കിലും കമ്പനി നമുക്ക് വേറൊരു എക്സോട്ടിക് ലൊക്കേഷനിലോട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ വേറെ മാനേജർ റിട്രീറ്റ് ക്വാളിഫൈ ചെയ്ത ഒരുപാട് മാനേജേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇയർ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ ഗ്ലോബൽ റാലി, അതോടൊപ്പം തന്നെ ചെയർമാൻസ് ബോണസ് ഒക്കെ ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ് ഉണ്ട്. അങ്ങനെ ഫോക്കസ് നിറഞ്ഞ ഒരു വർഷം തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് ടാർഗറ്റ്സും അച്ചീവ്മെൻറ്റ്സും ഒക്കെ ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത ഒരുപാട് FBOസിന് നല്ല സന്തോഷങ്ങളുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ ആ ടാർഗറ്റ് അനുസരിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു വർഷം കൂടി തന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് പാളിപ്പോയെന്നുള്ളത് നിങ്ങൾ കണ്ടെത്താം, അത് നിങ്ങൾക്ക് തിരുത്താൻ ശ്രമിക്കുക. ഓരോ ദിവസവും പയ്യെ ബെറ്റർ ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇനി വരുന്ന വർഷം നല്ല പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗം തന്നെയായിട്ടാണ് ഫസ്റ്റ് ടൈം എവർ നമ്മളൊരു പുതിയൊരു ഇൻസെൻറ്റീവ് P03 ഫാമിലി ഫോറെവർ ഫാമിലിക്ക് നമ്മളൊരു പുതിയ ഇൻസെൻറ്റീവ് കൊടുത്തിട്ടാണ് പുതിയ അധ്യയന വർഷത്തിൽ നമ്മൾ വെൽക്കം ചെയ്യുന്നത്. അതായത് അതേതാണ് ഇൻസെൻറ്റീവ് എന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമില്ലേ? നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു ഹായ് കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു തംസപ്പ് ഇടാം. പുതിയൊരു ഇൻസെൻറ്റീവ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ കേരള നമ്മൾ പുതിയൊരു ഇൻസെൻറ്റീവ് പുറത്തോട്ട് വിടാണ്. കേൾക്കാൻ റെഡിയാണോ? സോ കൗണ്ട് ഡൗൺ, വാച്ച് ഔട്ട്. എന്ന സ്റ്റേക്കേഷൻ ആണ്. 2 days 1 night and 2 days ആണ് ഇത് തരുന്നത്. ഇതൊരു ലക്ഷൂറിയസ് ട്രിപ്പാണ്, സ്റ്റേക്കേഷൻ ആണ്, നിങ്ങൾക്ക് വേണ്ടി ഉള്ളൊരിതാണ്. സെയിം മാനേജർ റിട്രീറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. ആൻഡ് എക്സോട്ടിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലാണ് വളരെ വലിയ ആക്ടിവിറ്റീസും ഒരുപാട് എൻഗേജ്മെൻറ്റുള്ള ആക്ടിവിറ്റീസും ഫണ്ടും ട്രെയിനിങ്ങും റെക്കഗ്നൈസേഷനും എല്ലാമുള്ള ഒരു ഫുൾ പാക്കേജ് ആയിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക. സ്വാഭാവികമായിട്ട് തന്നെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ വരുന്നത് 4 മാസമാണ്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്, ഈ 4 മാസമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ലെവലപ്പ് ചെയ്യാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ലെവലപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക?
നിങ്ങൾക്ക് ഗ്രോത്ത് വരും, ഇൻകം വരും, അച്ചീവ്മെൻറ്റ്സ് വരും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വലിയൊരു സ്റ്റേക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ അറിയാനായിട്ട് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ അപ്ലൈൻ മാനേജറിനെ കണക്ട് ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ക്രൈറ്റീരിയ അറിയാൻ സാധിക്കും. 2 ലെവലാണ് നമുക്കുള്ളത്, ലെവൽ 1, ലെവൽ 2. ലെവൽ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കോ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ലെവൽ 2 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഒരാൾക്കും കൂടി ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്റ്റാർ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് എൻജോയ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ഡിസംബർ തൊട്ട് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു 4 മാസം കീപ് ഫോക്കസിങ്. ആൻഡ് നിങ്ങൾക്ക് മാനേജേഴ്സിൻ്റെ ഒപ്പം അസിസ്റ്റൻറ്റ് മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും അസിസ്റ്റൻറ്റ് സൂപ്പർവൈസേഴ്സൊക്കെ ആയിട്ട് നമ്മളൊരു ടൺസ് ഓഫ് ഫണ്ണാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വലിയൊരു ഹാർഡ് വർക്കാണ്, അതിനനുസരിച്ച് ഒരുപാട് വലിയ പ്ലാനിങ് ഒക്കെ ഇപ്പോഴേ തന്നെ കഴിഞ്ഞു അന്നത്തെ ഒരു ഇവൻറ്റിന് വേണ്ടി. സോ കീപ് ഫോക്കസിങ്. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന് ക്വാളിഫൈ ചെയ്യാം. അടുത്ത വർഷം മേക്ക് ഇറ്റ് യുവർ ഇയർ. നിങ്ങളുടെ മടിയുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. നമ്മളെ സംബന്ധിച്ച് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇപ്പോഴും മനസ്സിലാക്കുക, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റിയലി ഫോർ എവർ പേസ് ഓഫ്. ആൻഡ് എപ്പോഴും മനസ്സിലാക്കുക, ദ പവർ ഓഫ് ഫോർ എവർ ഇസ് ഓൾവേസ് ദ പവർ ഓഫ് ലവ്. സോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഇത് ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.